സകല ലോകത്തിൻ്റെയും രാജാവും എൻ്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യവും നിസ്തുല്യ നാമത്തിൽ എല്ലാ ദൈവമക്കൾക്കും വീണ്ടും ഹൃദ്യമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മുടെ തുടർമാനമായ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ക്ലാസ്സിലേക്ക് നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഐ എക്സ്റ്റെൻഡ് my very, very loving greetings to all of you in the matchless and wonderful name of our Savior Jesus Christ, and I extend a hearty welcome to every one of you to our continuous study of the book of Revelation. Today we are going to look into chapter 12, but only a part of chapter 12 because we may not be getting enough time to complete chapter 12. 12-ാം അധ്യായത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ ഇന്ന് പഠിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. അത് മുഴുവൻ പഠിക്കുന്നതിന് നമുക്ക് സമയം കിട്ടത്തില്ല. ഐ തിങ്ക് വി ഗോട്ട് സിസ്റ്റർ കൃപ വിത്ത് and our brother Sumit has already added sister, and in that case sister, you can unmute yourself before Sumit mute you again, and then please read for us Revelations chapter 12 verses 1 to 8. 1, 2, 3, 4, 5, 6, 7, 8, please. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി. സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽക്കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. അവൾ ഗർഭിണിയായി നോവുകിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. സ്വർഗത്തിൽ മറ്റൊരടയാളം കാണായി. 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ള ഒരു മഹാസർപ്പം. അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രസവിക്കാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളയുവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു. അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്ക്കുവാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിന്റെ അടുക്കിലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയ ഒരു സ്ഥലം അവൾക്കുണ്ട്. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മിഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ലതാനും. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. Thank you, sister, for the wonderful reading of the Word of God. I thank God for this particular portion from the scriptures, which has caused a lot of difficulties for people to understand it over the last many generations. ഒരുപാട് തലമുറകളായിട്ട് വിശുദ്ധ തിരുവെഴുത്തുകൾ വായിക്കുന്ന ദൈവമക്കളിൽ ഒന്നിലധികം ആശയക്കുഴപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വേദഭാഗങ്ങളിൽ ഒന്നാണ് ഇത്. Now, I would like to give you a few words as way of introduction, and then I'm coming straight into deciphering these words of God. Okay, the first thing is, we are seeing a lot of unusual things happening in the world today. In the Middle East കേന്ദ്രമാക്കി ഉള്ള യുദ്ധങ്ങളും യുദ്ധശ്രുതികളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. Now, the world is in uncertainties. Everywhere there is uncertainty. Nobody can predict the future. And everybody is worried. There is only one people who cannot be worried, who have no right to be worried about the present or the future, are we, the redeemed children of God. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് ഇവിടെ worried ആകാൻ പെർമിഷൻ ഇല്ല. We have no permission to be worried. Why we don't have permission? Because this situation is not in the hand of President Trump or Netanyahu or anybody else. This is in the hands and control of our Father. നമ്മുടെ അപ്പൻ്റെ കയ്യിലാണ് ഈ സിറ്റുവേഷൻ ഇരിക്കുന്നത്. And in the book of Daniel, he already told, the Most High dwelleth on the kingdoms of the world, and he giveth it out to whomsoever he liketh. അത്യുന്നതൻ മനുഷ്യന്റെ സിംഹാസനങ്ങളിൽ വാഴുകയും തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നു. So
who is controlling the system? My Father is controlling the system, so I have no reason to be worried or confused about it. And the second thing I want to tell you, there are a few things which are given in the hand of we people. I mean, the human beings. It is their decision that decides what should happen next. ചില കാര്യങ്ങൾ മനുഷ്യന്റെ ഡിസിഷനിൽ വിട്ടിരിക്കുകയാണ്. അവന്റെ ഡിസിഷനാണ് ഇനി എന്ത് സംഭവിക്കണം എന്ന് തീരുമാനിക്കുന്നത്. ഇറ്റ്സ് നോട്ട് ഗോഡ്. ദാറ്റ് ഈസ് മാറ്റേഴ്സ് കൺസേണിങ് അവർ സ്പിരിച്വാലിറ്റി, അവർ ഇറ്റേണിറ്റി ആൻഡ് സ്റ്റഫ് ലൈക്ക് ദാറ്റ്. നമ്മുടെ സ്പിരിച്വാലിറ്റി, നമ്മുടെ ഇറ്റേണിറ്റി തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ ഡിസിഷനിലാണ്. God has planned the best of the very best for us, but should we reach that best of the very best is determined by our decisions. ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരിക്കുന്നു. അത് ദൈവത്തിൻ്റെ വിശ്വസ്തത. പക്ഷെ അവിടെ നമ്മൾ എത്തണോ? That's our decision. It's not God who decides. And then there are things pertaining to the functionality of the universe, the world in which we live, and this world and the other world meeting together. നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയുടെ പ്രവർത്തന രീതികൾ, ഈ പ്രപഞ്ചം എങ്ങനെ മുൻപോട്ട് പോകണം, ഈ ഭൂമിയും വരുവാനിരിക്കുന്ന ആ ലോകവും തമ്മിൽ എവിടെ വെച്ച് കണ്ടുമുട്ടണം. These are eternal things decided by eternal God in his eternity. നിത്യനായ ദൈവം തൻ്റെ നിത്യതയിൽ തീരുമാനിച്ചിരിക്കുന്ന തൻ്റെ നിത്യമായ പദ്ധതികൾപ്പെട്ടതാണ്. And what are they like? They are unchangeable, unchanged, and nobody can influence that. ആർക്കും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് മാറ്റാൻ കഴിയത്തില്ല. ഒരു ലോകരാജാവിൻ്റെയും ഡിസിഷൻ അനുസരിച്ചല്ല, ഒരു നെതന്യാഹുവിൻ്റെയും ഡിസിഷൻ അനുസരിച്ചല്ല, ഒരു ട്രംപിൻ്റെ ഡിസിഷൻ അനുസരിച്ചല്ല. സ്വർഗസ്ഥനായ ദൈവം തൻ്റെ മാത്രം ഡിസിഷൻ അനുസരിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണത്. Now, the third thing that I want to tell you is the running of this earth, the way in which this world is moving now, is being planned, programmed, decided, and orchestrated by God in heaven. ഇന്ന് ഭൂമിയിൽ നടക്കുന്ന ഈ കാര്യങ്ങൾ മുഴുവൻ പ്ലാൻ ചെയ്ത്, ഡിസൈഡ് ചെയ്ത്, ഓർക്കസ്ട്രേറ്റ് ചെയ്യുക ആര്? സ്വർഗസ്ഥനായ ദൈവം. So what is it we should do? How can we understand tomorrow? Or how can we understand today? Or how can we understand where are things going to be? That's a good question. That's a fantastic question. Well, I want to give you an answer and then come back to Book of Revelation, chapter 12. Listen to me. There is a central theme or a central plan of the Bible. A central theme, a central plan, a central program of the Bible. What is that central theme? Well, God created Adam and Eve, or human beings, with a great purpose. With a great purpose. You know what that purpose? I'm not going to repeat that every day. When men fell short of God's plan, when man fell short of God's plan, മനുഷ്യൻ ദൈവസന്നിധിയിൽ നിന്ന് വീണ് കഴിഞ്ഞപ്പോൾ, in man's fallen nature, we are all living in the fallen nature. ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിച്ച ആ നേച്ചറിലല്ല നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. We are living in our fallen nature. When man lives in the fallen nature, God immediately put a program, an unchangeable program. What is that unchangeable program? To bring man completely back to God and God's original program to take place.
മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപുള്ള ദൈവത്തിൻ്റെ ഒറിജിനൽ പ്രോഗ്രാം നടക്കുന്നതിന് വേണ്ടി ദൈവം വേറൊരു പദ്ധതിയിട്ടു. Now, that is a central theme of the Holy Bible. That is a central theme of the Holy Bible. Now there is question, what is that program? Or what is that central theme? Or what is that central, what do you call, planning of God? Can we word it even? നമുക്കത് വാക്കുകൾ കൊണ്ട് പ്രകടമാക്കാൻ കഴിയുമോ? നമുക്കത് പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയുമോ? Can we express it? Can we understand it? Is it specific? Something to be communicated through human words? Yes. നമുക്ക് പറഞ്ഞ് മറ്റുള്ളവരെ മനസ്സിലാക്കാനും നമുക്ക് കേട്ട് മനസ്സിലാക്കാനും കഴിയുന്ന അത്ര സിമ്പിളാണോ ആ സെൻട്രൽ തീം ഓഫ് ദ ബൈബിൾ? That central theme of the Bible. That's the question. Well, I say yes, it is. And second thing, everything that happens in the world today or in any day, everything that happens in the world today or any day, ഇന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആ സെൻട്രൽ പ്ലാൻ ഓഫ് ഗോഡുമായിട്ട് കണക്ട് ചെയ്യണം. Connect everything of it to what? To the central plan of God. And then only you understand where things are progressing towards. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഈ ലോകം ഇതിൻ്റെ ഗതിയും എങ്ങോട്ടാ പോകുന്നുള്ള എന്തെങ്കിലും ഒരു പിടി നമുക്ക് കിട്ടത്തുള്ളൂ. Otherwise, we will be in the dark, not knowing where the world is going to be. Now, let me first of all answer the question, and then I will come back to you. What is the central theme or central plan of God? Or what is a central theme in the Bible? If you want to take down, you can take down. And I know many of you are senior to me, much more knowledgeable and much more experienced and much more academically and biblically qualified than I am. എന്നെക്കാട്ടിൽ അക്കാഡമിക്കായിട്ട് ക്വാളിഫൈഡ് ആയ സീനിയറായ വളരെ നോളജബിളായ ആളുകൾ ഈ ക്ലാസ്സിൽ ഇരിപ്പുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ പറയുന്നത്. അബദ്ധം പറയല്ല കേട്ടോ. That central theme is called the Abrahamic covenant. That's what is called the Abrahamic covenant. Abrahamic covenant എന്ന് ഇംഗ്ലീഷുകാർ പറയുന്ന, Abrahamic covenant എന്ന് യഹൂദന്മാർ പറയുന്ന ആ covenant ആണ് ബൈബിളിൻ്റെ central theme. So, it has a past, it has a present, it has a future. It has a past, it has a present, and it has a future. The scheme or the planning of the covenant, when that was made, Abraham had not been born. Abraham ജനിക്കുന്നതിന് മുൻപാണ് ഈ അബ്രഹാമിക് കവനന്റ് ഉണ്ടാകുന്നത്. Well, that may be surprising to you. ഒരാൾ ജനിക്കുന്നതിന് മുമ്പ് എങ്ങനെ അയാളുമായിട്ട് കവനന്റ് ഉണ്ടാക്കുന്നത്? Well, the blueprint of the covenant was made. When was the blueprint of the covenant made? At the fallen stage of man. മനുഷ്യൻ ദൈവത്തിൽ നിന്ന് വീണ ആദ്യത്തെ നിമിഷങ്ങളിൽ God came down to the Garden of Eden. ദൈവം ഏദൻ തോട്ടത്തിൽ ഇറങ്ങി വന്നിട്ട് and told Abraham that the seed of the woman shall crush the serpent, the head of the serpent. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. സ്ത്രീയുടെ സന്തതി. That is a seeding. That is a seeding stage of Abrahamic covenant. That means one person, one individual who comes with a different name and a different personality and a different functionality. The person's name is seed of the woman. സ്ത്രീയുടെ സന്തതി എന്ന് പറഞ്ഞ ഒരാള്, he will come and he will crush the head of the serpent. സർപ്പത്തിന്റെ തല തകർക്കും. That was in Genesis chapter 3. Then from Genesis chapter 3, generations went on.
Ever so many generations went on, and then came Abraham. In Genesis chapter 12, verses 1 onwards, we see God is coming down and giving Abraham a covenant. Okay, that covenant was not much clear to Abraham, and then years went on. There was a necessity of God to renew the covenant. Abraham was still not very happy. വർഷങ്ങൾ കഴിഞ്ഞു, ആ ഉടമ്പടി ദൈവം വീണ്ടും ഒന്ന് പുതുക്കിയപ്പോഴും Abraham not was very happy. And then God told him, okay, you come, let's have a covenant. You come with such and such animals. ഈ പറയുന്ന മൃഗങ്ങളൊക്കെ ആയിട്ട് വരാൻ പറഞ്ഞു. And he came and he split them top to toe. And he sat there at one end, waiting for God to come, so that they both shall stand in the split and make the covenant. Are you following me? ഇതൊക്കെ കൊണ്ടുവന്ന് പുലർത്തി വെച്ചിട്ട് അബ്രഹാം ഇങ്ങനെ നോക്കിയിരിക്കുക ഒരു സൈഡിൽ എന്തിന് കവനന്റ് നിർമ്മിക്കാൻ ദൈവം ഇറങ്ങി വരും. അവർ രണ്ടുപേരും കൂടെ എന്ത് ചെയ്യും? ഈ സ്പ്ലിറ്റിൻ്റെ, ഈ മൃഗങ്ങളെയൊക്കെ പിളർത്തിയതിൻ്റെ നടുവിൽ ഇറങ്ങി നിന്നിട്ട് കവനന്റ് സൈൻ ചെയ്യും. God didn't come. For Abraham waited and waited and waited. In the end, he had a slumber. When he had the slumber, God came down. And who stood in the cleft of the animals? ഈ മൃഗങ്ങളെ പുലർത്തിൻ്റെ നടുക്ക് ആരാ നിന്നത്? ദൈവം നിന്നു. Who didn't stand? Abraham didn't stand. What does it mean? This covenant is not bilateral, it is unilateral. You know the difference between bilateral and unilateral. രണ്ടുപേര് തമ്മിൽ കവനന്റ് ഉണ്ടാക്കുമ്പോൾ രണ്ടുപേരും ഈ കവനന്റിന്റെ പിളർത്തി വെച്ച മൃഗങ്ങളുടെ ഇടയ്ക്ക് നിൽക്കണം. And they should exchange the covenant between them. That means both are equally responsible for keeping the covenant. രണ്ടുപേർ equally responsible. But here, God waited for Abraham to be in slumber so that he wouldn't get a clue of his commitment in the covenant. Abraham ഉറങ്ങുന്നവരെ ദൈവം വെയിറ്റ് ചെയ്യുക. എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? ഈ കവനന്റെ ഇടയ്ക്ക് ഞാൻ മാത്രം നിന്നാൽ മതി. ആര് മാത്രം? ദൈവം മാത്രം നിന്നാൽ മതി. അതിൻ്റെ അർത്ഥം എന്താ? ഈ വയ്ക്കുന്ന കവനന്റ് ഇത് ഏകപക്ഷീയമാണ്. 2, ഇറ്റ്സ് നോട്ട് കണ്ടീഷണൽ. 3, ഗോഡ് വിൽ ഫുൾഫിൽ ഇറ്റ്. ദൈവം നിവർത്തിക്കും. 4, Abraham has no role in it. Number 2, it is unconditional. It is unconditional. That means it's eternal covenant. It is eternal covenant. It's eternal covenant. Okay. Covenant ഒപ്പിട്ട് കഴിഞ്ഞു. ദൈവം അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തങ്ങളിൽ ഒരെണ്ണം പോലും നിവൃത്തിയാകുന്നതിന് അബ്രഹാമിന്റെ ഹെൽപ്പിന്റെ ആവശ്യം ഇല്ല. Whether Abraham and his seeds are faithful or not faithful, whether they understand or not understand, whether they accept or not accept, whether they stand in the covenant or not stand in the covenant, God himself is able and willing to execute that covenant. ഈ covenant execute ചെയ്യാൻ ദൈവം താൻ മാത്രം മതി. So the first part of the covenant is a landscape. That is the land of Israel. The second part of the covenant is a list of blessings. That's all earthly, ഭൗതികമായ blessings. And the third part of the covenant is the word of God, ദൈവത്തിന്റെ വചനം.
the word of God. And the fourth part of the covenant is eternal blessings, സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ. And the fifth part of the covenant is Jesus Christ, the great unifier, through whom the world that is to come and the world is now are going to be in one unity. കവനന്റെ അഞ്ചാമത്തെ പാർട്ട് രക്ഷകനെ നൽകും അബ്രഹാമിന്റെ സന്തതിയെ. ഈ സന്തതിയിൽ കൂടെ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും പിന്നെയും ക്രിസ്തുവിൽ ഒന്നായിത്തീരും. So where is the world going to? Where is the world going towards? The world is going towards a direction in the end of which you will see that the things that are on earth and the things that are in heaven are going to be one in Christ again. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും പിന്നെയും ക്രിസ്തുവിൽ ഒന്നായിത്തീരുക. കാലസമ്പൂർണതയിലെ നിയമം. That is the condition towards which the world is being orchestrated by the Creator. That is the stage towards which the world is being orchestrated by the Creator. ലോകത്തിൻ്റെ സൃഷ്ടാവ് ആ പോയിന്റിലേക്ക് ഈ ലോകത്തെ കൊണ്ടുപോവുകയാണ്. So what is needed? Shall we go back? What's needed? The first thing needed is the seed of the woman. Did the seed of the woman come? Yes, came. That is the Lord Jesus Christ. And did he prepare the plan of salvation or a plan of bringing the whole world together in him? Let's have a question. തന്നിൽ കൂടെ സകലത് ഒന്നാക്കി തീർക്കുക എന്ന പദ്ധതി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ആവിഷ്കരിച്ചോ? Yes. Neither Jew nor Gentile, but one new man in Christ. ഇനി യഹൂദനുമില്ല യവനനുമില്ല, ക്രിസ്തുവിൽ one new man എന്ന പ്രോഗ്രാം Jesus has already started. Now the question, afterwards, when the promise of the seed of the woman is given, what happens? Things are progressing towards that. This is what we are going to see in book of Revelations chapter 12. Chapter 12-ൽ നമ്മൾ കാണുന്നത് ഈ കവനന്റിലേക്ക് ലോകത്തെ പ്രോഗ്രസ് ചെയ്തുകൊണ്ട് ദൈവം കൊണ്ടുവരുന്ന കാഴ്ചയാണ്. Okay, that's what we see. See, beautiful picture, isn't it? Let's have a reading of verse number 1 and 2 once again. Sister, could you please read verse number 1 and 2 once again? Sure. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി, സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽ കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ 12 മതി. There was a massive sign in heaven. What does it mean, a sign in heaven? A sign means what you see is not reality, but it is symbol. It is pointing towards something. എപ്പോഴൊക്കെ അടയാളം കാണായി എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് റിയാലിറ്റി അല്ല. Then what is it? It is pointing towards something. It's pointing towards something. That's what we should understand. Now he says, there was a massive sign in heaven. സ്വർഗത്തിലൊരു വലിയ അടയാളം ഉണ്ടായി. Okay, what was it? സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ. Am I right, madam? Yes. വായിച്ചോ? സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി, സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ, അവളുടെ കാൽ കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. That's fine. So a woman who has adorned the sun. Remember the spelling, it is S-U-N, sun. That means this woman adorns herself with the sun.
I'm coming to the explanation of the woman in a minute. And what has she got underneath? Underneath her is the moon. And then around her, a crown of 12 stars. Now, the question. Whenever we study the book of Revelation is a swing that moves between the past, the present, and the future, and come back, and go back, and come back, and go forward. Listen to me. നിങ്ങൾ ആരെങ്കിലും കുഞ്ഞുങ്ങളെ ഊഞ്ഞാലിട്ട് ആട്ടിയിട്ടുണ്ട്? ഊഞ്ഞാലയിൽ സ്വിങ് ആരും ആട്ടിട്ടില്ല. സാക്ഷി, have you ever been on a swing? Really? Okay. How does dad does it? How does dad do it? Dad is simply shaking it, or pushing you forward? Pushing you forward. ഈ ഊഞ്ഞാലാട്ടാണ് വെളിപ്പാട് പുസ്തകം. മനസ്സിലായേ? ഒരു നല്ലതല്ലും ഒത്തിരി ഫ്യൂച്ചറിലോട്ടങ്ങ് പോകും. Then it comes back and goes all the way back to the past. Then again come to the present. Again goes to the future. Again comes back to the present, goes back to the past. ഈ ഊഞ്ഞാലാട്ടമാണ് വെളിപ്പാട് പുസ്തകം എന്ന് മനസ്സിലാക്കണം. If you don't understand that it's a beautiful thing, that God is controlling in his hand, you could be very, very terribly mistaken, because it has a very different chronology of events to follow. നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ഡിഫറെൻറ്റ് ക്രോണോളജിയാണ് ഈ ബുക്ക് ഓഫ് റെവലേഷൻ ഉള്ളത്. ഓക്കെ, അപ്പം സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ. ആരാണ് സ്ത്രീ? Who is this സ്ത്രീ? To understand this woman, we have to go back to the book of Genesis, where we see Joseph had a dream. And in the dream, Joseph saw the sun and the moon and the 12 stars coitoing him. You know the word coito. Coitoing means, മലയാളത്തിൽ നമ്മൾ സാഷ്ടാംഗ പ്രണാമം എന്ന് പറയത്തില്ലേ? സാഷ്ടാംഗ പ്രണാമം. That's what is called coitoing. So the sun and the moon and the star all coitoing him. Did his father understand the dream? His father did understand the dream. യാക്കോബിന് സ്വപ്നം മനസ്സിലായി. And he was a bit upset. He asked, What are you saying? You say that your dad and your mom, your dad and your mom and your brothers are going to fall in front of you, worship you? What do you mean? What do you say? That was unacceptable even to his dad. Now listen to me. Prophecy has, as I told you, I used to tell earlier, 4 types of fulfillment. The first is a partial literal fulfillment. The partial literal fulfillment of this prophecy took place in Egypt. Now, the first thing I therefore want to tell you is, we have no right to contradict with the Bible. We have no right to say anything and say, well, that's a vision, that's a revelation given to me. അതെനിക്ക് ലഭിച്ച ഒരു വെളിപ്പാടാണ് നിങ്ങൾ പറഞ്ഞോളൂ. Does the Bible say it or not? തിരുവെഴുത്ത് എന്ത് പറയുന്നു? അങ്ങനെ പറയാവൂ. എനിക്കൊരു വെളിപ്പാട് കിട്ടി. I got a revelation. Brothers and sisters, come on. I got a revelation. Go and share that with your wife. That's a fantastic revelation. But don't bring into the Bible class, because in the Bible class, what we need is what the Bible says. So don't ever be mistaken. Don't give any name or anything to this woman. This woman is the nation Israel. This woman is the nation Israel. Why she is adorned with the sun? എന്തുകൊണ്ടാണ് സൂര്യനെ അണിഞ്ഞ സ്ത്രീ എന്ന് പറയുന്നത്? Because Israel is God's chosen people, and the best of the very best of God is set apart to adorn her with. ദൈവ സൃഷ്ടിയിൽ ഏറ്റവും നല്ലത് തൻ്റെ chosen പീപ്പിളിനെ അണിയിക്കുന്നതിനാണ് ദൈവത്തിന്. So she carries the power,
She carries the light. She carries the glory. She carries the honor of every creation of God. She is the best of the very best of God's creation. ദൈവസൃഷ്ടിയിലെ ഏറ്റവും നല്ലതാണ് മനുഷ്യനെങ്കിൽ മനുഷ്യരിലെ ഏറ്റവും നല്ലതാണ് ജൂവിഷ് ജനറേഷൻ, the Jewish people. And so she has the moon under her feet. Well, that's something really worth talking about. That's really something worth talking about. I remember giving a bit of it in some of my former classes. Listen to me. In the ചെറിയ ഭാഗം ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു. The moon ഏത് ദേശത്തെയും ഏത് ജനത്തെയും ഏത് ദൈവത്തെയും ഏത് ആരാധനയും കുറിക്കുന്നതാണ്. There is a religion whose symbol is the moon, whose identity is the crescent, whose pride is in the moon. Every activity of them is determined by the ups and downs of moon. അവരുടെ തിരുനാളും പെരുന്നാളും സകലം തീരുമാനിക്കുന്ന ചന്ദ്രനെ കണ്ടോ കണ്ടില്ല, ചന്ദ്രനെ ആശ്രയിച്ചിരിക്കും. Everything depends on the moon. But the problem is, from the very beginning, even before the manifestation of the moon as the representative power of this religion, listen to me, ഈ റിലിജിയന്റെ റെപ്രസെൻറ്റേറ്റീവ് പവർ ആയിട്ട് മൂൺ ലോകത്തിൽ വരുന്നതിന് മുൻപ്, it is in the 6th century, after 6th century AD, that this moon became the representative of the power of a religion. പക്ഷെ അതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ്, how many centuries before, God had predicted that this moon will be under the feet of the woman. ഇസ്രയേൽ എന്ന ഈ സ്ത്രീയുടെ കാൽ കീഴെ കിടന്ന് ചവിട്ടുകൊള്ളുന്നതിന് ഈ ചന്ദ്രനെ കൊണ്ട് പറ്റത്തുള്ളൂ. May I hope you follow me? Yes. Even Auntie Cynthia says that she follows. She's attending the class from the hospital. Even a hospitalized person can understand me, then who cannot understand? Dr. Katie Yohanan? A person from the hospital can understand it, then why can't you guys understand? ഈ ചന്ദ്രന്റെ ഗതി നിങ്ങൾക്ക് മനസ്സിലായോ? കഷ്ടകാലം. ഈ സ്ത്രീയുടെ കാൽക്കൽ കിടന്ന് ചവിട്ടുകൊള്ളുക അല്ലാതെ മേപ്പോട്ട് കയറി ഈ സാധനം വരത്തില്ല. It cannot come up. Okay, so keep that in mind. And then we are coming back to a bit of the incidents in the past. Although chapter 11:15 records the sounding of the seventh trumpet, the effect it produces are not described until chapter 15 through 18. See, in chapter 11 we see the sounding of the seventh trumpet. ഏഴാമത്തെ കാഹളം ഊതുന്നത് chapter 11. പക്ഷെങ്കിൽ what happens when that is being sounded, that we see only in chapter 15 through 18. Chapter 12 to 14 restates or summarizes the same period, but describing events from Satan's vantage point. Now listen to me. When we study the book of Revelation, there are certain periods in which you see Satan has great advantage. Number one, advantage over the nation of Israel. Number two, advantage over the children of God, that the New Testament church. Number three, advantage over the plans of God. Number four, advantage over the end time prophecy, fulfillment of the end time prophecies. There are so many periods in which we see Satan has the advantage. സാത്താന് അഡ്വാൻറ്റേജ് കിട്ടുന്ന, നേട്ടം കിട്ടുന്ന ഒരുപാട് സ്റ്റേജസ് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ ത്രൂ ഔട്ട് കാണാൻ കഴിയും. ബട്ട് ദാറ്റ്സ് നോട്ട് ഓൺലി ഇൻ ദ ബുക്ക് ഓഫ് റെവലേഷൻ. ത്രൂ ഔട്ട് ഹിസ്റ്ററി ഓഫ് ദ ഹോളി പീപ്പിൾ ഓർ ദ ഹോളി നേഷൻ, ദാറ്റ്സ് വാട്ട് വി സീ. ഹോളി നേഷൻസിൻ്റെ ഹിസ്റ്ററിയിലും
ലോക ചരിത്രത്തിലും we see so many examples where Satan is giving his upper hand, gaining his upper hand. ഇവിടെ, here in chapter 12, is another small period in which Satan is taking his upper hand or his great advantage. Satan is having his great advantage now, including taking the readers back to the original rebellion as Satan is cast to the earth along with 1/3 of the angels. So, what are the things that we see about Satan in this chapter? സാത്താനെ പറ്റി ഈ ചാപ്റ്ററിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ ഒന്ന്, Satan took advantage of being rebellious against God. Satan's original rebellion, in which he was a successful character. Satan's ആദ്യത്തെ സക്സസ് ദൈവത്തോട് എതിർത്ത് നിന്നു എന്നുള്ളതാണ്. ആ എതിർപ്പിൽ he was able to canvas for him 1/3 of God's angels. ദൈവദൂതന്മാരിൽ 1/3 തൻ്റെ ഭാഗത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞു. Number 3, he got the advantage of going up to heaven and facing God, standing against him and questioning every work of God. ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്കെതിരായി ദൈവത്തെ ചോദ്യം ചെയ്തതിന് സ്വർഗത്തിൽ വരെ എത്തുന്നതിന് അവൻ അഡ്വാൻറ്റേജ് കിട്ടി. And the fourth advantage is he got the permission to accuse against us, bring accusations against us. ദൈവമക്കളായ നമുക്കെതിരായിട്ട് കുറ്റാരോപണങ്ങൾ കൊണ്ടുവരുന്നതിന് ഒരു അക്യൂസറായിട്ട് മാറുന്നതിനുള്ള പെർമിഷൻ അവന് കിട്ടി. The woman is not the church, since the church did not bring forth Christ, but rather he brought forth the church. Sir, there are many people who think that the woman in the context is the church of God. ഒരുപാട് ആളുകളും ഈ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന സ്ത്രീ ദൈവസഭയാണ് എന്ന് പറയാറുണ്ട്. ഈ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന സ്ത്രീ ദൈവസഭയല്ല. It is not the church of God. Why? Because here we see the woman is bringing forth the baby. The woman is bringing forth the baby, not the baby bringing forth the woman. ദൈവസഭയും ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ചും കർത്താവും തമ്മിലുള്ള ബന്ധം, that the Lord is bringing forth his church. കർത്താവ് തൻ്റെ സഭയെ ജനിപ്പിക്കുകയാണ്, തൻ്റെ സഭയ്ക്ക് ജന്മം നൽകുകയാണ്. ഇനി ഓൾഡ് ടെസ്റ്റ്മെന്റ് ചർച്ചും കർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ the Old Testament church, that is a woman, is bringing forth Jesus Christ the baby. So this woman is not the New Testament church. This woman is the Old Testament church or the nation Israel. Her identification as the persecuted Jewish saint clearly proves that the church is not on earth during the tribulation period. The next thing I want to tell you, this happens during the tribulation period. What is happening during the tribulation period? Look, the woman has given birth to a baby, and the baby is being persecuted by the dragon. The woman gives birth to a baby, and the baby is being persecuted by the dragon. When does it take place? It takes place during the tribulation period. I request you, please understand me. Try to understand. സ്ത്രീ കുട്ടിക്ക് ജന്മം നൽകി. എന്ന് കുട്ടിക്ക് ജന്മം നൽകി? ഇൻ ദ പാസ്റ്റ്. ഇപ്പം ജന്മം നൽകിയെന്നല്ല പറഞ്ഞത്. ഇൻ ദ പാസ്റ്റ്, thousands of years ago, സ്ത്രീ, that is the nation Israel, gave birth to the baby, that is Jesus Christ. യേശുക്രിസ്തുവിനെ ഭൂമിയിൽ കൊണ്ടുവന്നത് ഈ സ്ത്രീയാണ്. And now the dragon is persecuting the woman. When is the dragon persecuting the woman? All the time, but especially now. Now means during the tribulation period. During the tribulation period, the woman is being persecuted by the dragon. മഹോപദ്രവകാലത്ത് ഈ സ്ത്രീ ഈ ഡ്രാഗനാൽ പെർസിക്യൂട്ട് ചെയ്യപ്പെടുന്നു. What does it simply mean? Well, it simply means during the tribulation period, the Church of God or the New Testament church is not on earth for the devil to persecute it.
സഭയെ ഉപദ്രവിക്കത്തക്ക വിധം സഭ മഹോദരകാലത്ത് ഭൂമിയിൽ ഇല്ല. സഭ മഹോദരകാലത്ത് ഭൂമിയിലില്ല. I am one of the persons who very vehemently argues that the church will not go through the period of tribulation. മഹോപദ്രവത്തിൽ കൂടെ സഭ കടന്നു പോകത്തില്ല എന്ന് ശക്തമായിട്ട് വാദിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തുകൊണ്ട് വാദിക്കുന്നു? Because there is zero evidence to prove that the church of God is on earth during the Great Tribulation. Listen to me once again. There is zero evidence to prove, not even one evidence to prove that the church of God is on earth during the Great Tribulation. Everybody looks very unhappy, very sad, very worried. അപ്പോൾ കർത്താവേ, നമ്മളിവിടെ ഇല്ലയോ? കഷ്ടമായി പോയല്ലോ. സിൽവിയ ആൻറ്റിക്ക് പോലും ഇന്ന് വിഷമായി പോയത് കേട്ടപ്പോഴത്തേക്ക്. സിൽവിയ ആൻറ്റി ഇവിടെ ഉണ്ടെങ്കിൽ ടെലിവിഷനിൽ കൂടെ അതൊക്കെ കാണാമല്ലോ. ഈ ആൻറ്റിക്രിസ്റ്റിൻ്റെ പ്രവർത്തനങ്ങളും ഈ വാളും വെട്ടുമൊക്കെ ടെലിവിഷൻ ഓടിച്ചത് കാണാന്നിരിക്കുക ആൻറ്റി. അന്നേരം ഞാൻ പറഞ്ഞു, I say church will not be on earth during the Great Tribulation. ഇനിയിപ്പം എന്നാ കാര്യം? Well, I tell you one thing. No. Because tribulation period, God has a great plan for the church. Listen to me. If tribulation period is a time when the wrath of God is visiting this sinful world that rejected Jesus Christ. Listen to me. യേശു ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞ സിൻഫുൾ വേൾഡിനെ ദൈവം ശിക്ഷിക്കുന്ന സമയമാണ് ട്രിബുലേഷൻ പീരിയഡ് എങ്കിൽ, the same is the 7th period of time when the church is in heaven and God is going to bring upon the church all the honor and all the glory and all the privilege and everything promised for the church in the Bible. സഭയ്ക്ക് വേണ്ടി വിശുദ്ധ തിരുവെഴുത്തിൽ എന്തെല്ലാം മാനവും എന്തെല്ലാം ബഹുമാനവും എന്തെല്ലാം ആദരവും എന്തെല്ലാം പദവികളും എന്തെല്ലാം സ്വീകാര്യതകളും ദൈവം പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവൻ സഭയുടെ മേൽ ചൊരിയുന്ന 7 വർഷമാണ് സ്വർഗത്തിൽ. If we ever had an idea of it, even the remotest idea of it, you will never, ever say the church will go through tribulation. Church will not. Why? Because the Lord of the church will not allow that. അത്രേ ഉള്ളൂ. എന്തുകൊണ്ട് സഭ മഹോപദ്രവത്തിലൂടെ കടന്നു പോകത്തില്ല എന്ന് എന്നോട് ഒരാൾ ചോദിച്ചാൽ എനിക്ക് മറുപടി അത്രയേ ഉള്ളൂ. സഭ കടന്നു പോകണമെങ്കിൽ ഒരാൾ അനുവദിക്കണമല്ലേ? ആരനുവദിക്കണം? സഭയെ ചോര കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ ആൾ അനുവദിക്കണം. സഭ മഹോപദ്രവത്തിലൂടെ കടന്നു പോകണോ വേണ്ട എന്ന് അയാൾ സ്വർഗത്തിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം. Because I live, you shall also live. ഞാൻ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങളും ജീവിക്കും എന്ന് അരുളി ചെയ്ത കർത്താവ് സ്വർഗത്തിൽ ഉള്ളിടത്തോളം കാലം സഭ മഹോപദ്രവത്തിലൂടെ കടന്നു പോകത്തില്ല. So be very, very absolutely sure about it. Absolutely sure about it. Nothing, no power is going to work against that eternal plan of God. Okay, so the Son depicts her as God's chosen nation. The Son depicts her as God's chosen nation. ഈ പുത്രൻ ഈ സ്ത്രീയെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമെന്നാണ് പറയുന്നത്. The moon under her feet, ഞാൻ പറഞ്ഞു, alludes to God's promise of dominion. God's promise of dominion. ഇസ്രായേൽ ജാതിക്ക് ദൈവം കൊടുത്ത പ്രോമിസ് ഓഫ് ഡൊമിനിയൻ ആണ് ഏത് കാണിക്കുന്നത്? ഈ ചന്ദ്രൻ ഇവളുടെ കാൽ കീഴ് കിടന്ന് ചവിട്ടുകൊള്ളാൻ കാരണം.
മനസ്സിലാകാൻ വേണ്ടി ഒരു കാര്യം കൂടെ പറയാൻ പോവാ. കുറെ കൊല്ലമായി ചന്ദ്രൻ ഇവളുടെ കാൽ കീഴ് കിടന്ന് ചവിട്ടുകൊള്ളാൻ തുടങ്ങിയിട്ട്. എസ്പെഷ്യലി ഇസ്രയേൽ രാജ്യം നിലവന്ന അന്ന് മുതൽ, ഇസ്രയേൽ ഒരു രാജ്യമായിട്ട് വീണ്ടും നിലവിൽ വന്ന അന്ന് മുതൽ ഈ ചന്ദ്രൻ ഇവളുടെ കാൽ കീഴെ കിടന്നുള്ള ചവിട്ടെല്ലാം കൊള്ളുക. എന്തുകൊണ്ടാ ചവിട്ടുകൊള്ളാനുള്ള കാരണം? ബിക്കോസ് God has a promise of dominion. ദൈവത്തിന് ഇസ്രയേലിന് ഒരു പ്രോമിസ് ഓഫ് ഡൊമിനിയൻ കൊടുത്തിട്ടുണ്ട്. ക്രൗൺ ഓഫ് 12 stars pictures royalty and relates to the 12 tribes of Israel. Crown royalty കാണിക്കുന്നത്, and the 12 relates to the 12 tribes of Israel. The birth pains refers to the period before the birth of Christ, when Israel was waiting for redemption by the Messiah. Okay, അടുത്തത് സ്ത്രീ she had the birth pain and gave birth to a baby എന്നാണ്. വേദന സഹിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. When we study world history, especially narrowing world history down to a few years before the birth of Jesus Christ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ജനനത്തിന് ഒരു few hundred years മുമ്പുള്ള ഇസ്രയേൽ ചരിത്രം പഠിച്ചാൽ, my goodness God, the pain that is the Jewish nation underwent is unspeakable, indescribable. ഇത്രയും വേദന സഹിച്ച ഒരു ജനം ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. Especially when you study the intertestamental period. Intertestamental period means the historical period between Malachi and Matthew. മത്തായിയുടെ സുവിശേഷവും മലാക്കി പ്രവചനത്തിനും ഇടയ്ക്കുള്ള 395 years, 400 years പഠിച്ചാൽ ഇസ്രയേലിൻ്റെ കഷ്ടകാലം. Israel was suffering. And 400 years, God didn't speak a word to her. 400 years, God didn't speak even a word to her. They were going through the worst ever possible pain that a nation since the beginning of the world has ever gone through. ലോകസ്ഥാപനം മുതൽ ഒരു രാജ്യം കടന്നു പോയിട്ടില്ലാത്തതുപോലെ വേദനകൾ കൂടെ അവർ കടന്നുപോയി. എന്തുകൊണ്ട്? That was the birth pain. That was the pangs. That was a labor pain for a baby to be brought into the world. രക്ഷകൻ ഈ ലോകത്ത് പ്രസവിക്കുന്നതിന് മുൻപ് അവനെ ഗർഭത്തിൽ കിട്ടിയ അന്ന് മുതൽ തുടങ്ങിയ കഷ്ടത ഈ സ്ത്രീക്ക്, ഇസ്രയേലിന്. When we see so many things happening, even in Israel, when I was the other day, I was going through the sinful nature of the nation Israel. I was wondering why God still loves them, why God still sustains them, why God still protects them. That is the immediate question that comes to you. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആദ്യത്തെ ചോദ്യം അതാണ്. പക്ഷെ അതിനു മുമ്പ് you should go back. The sufferings that their fathers had undergone for the simple purpose of bringing Jesus to the world. യേശു എന്ന രക്ഷകനെ ലോകത്തിന് കൊടുക്കുന്നതിന് വേണ്ടി അവരുടെ പിതാക്കന്മാർ അനുഭവിച്ച കഷ്ടങ്ങളുടെ ചരിത്രം നമ്മൾ പഠിച്ചാൽ, then we come to the book of Hebrews. എബ്രായ ലേഖനത്തിലേക്ക് വരണം. ദൈവം നിങ്ങളുടെ പ്രവൃത്തി തൻ്റെ ദാസന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ അവിശ്വസ്തത ഉള്ള ദൈവം അല്ല. What the generations had done, what the forefathers had done for the sake of bringing Jesus into the world,
When God considers that great pain they underwent, it is impossible for God to forget for God to forget them. ദൈവത്തിന് അവരെ മറക്കാൻ കഴിയത്തില്ല. That is only one reason why. That is only one reason why they're still standing as the glory and crown of God's creation, of the entire human beings. Give me a minute, sorry. Okay, so we are coming to the birth pains. That's what I was telling you about. Revelation 12:1. And here appeared a great wonder in heaven, a woman clothed with sun, the moon under her feet, upon her head a crown of 12 stars. Wonder. A symbol pointing to something else. വേറൊരു കാര്യത്തെ കാണിക്കുന്നതാണത്. This is the first of 7 signs in the last half of the Great Revelation. Great Revelation day, last half-il 7 വലിയ signs കാണാം. This is the first sign. Then a woman, not an actual woman, but a symbolic representation of Israel, pictured in the Old Testament as the wife of God. Then, okay. 3 other symbolic women appear in Revelation. Revelationല് വേറെ 3 സ്ത്രീകളൂടെ വരുന്നുണ്ട്. റെവലേഷനിലെ 3 സ്ത്രീകളെ. One is Jezebel, 2:20. വെളിപ്പാട് 2:20 ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിച്ചു. ഇനിയും വെളിപ്പാട് 17:3, 17 verses 3 to 6. The scarlet woman, ഒരു സ്കാർലറ്റ് വുമൺ ഉണ്ട്. She is symbolic of Antichrist. And the third woman, wife of the Lamb, chapter 19 verse number 7, symbolizing the true church. The true church. The woman represented Israel and her child is Christ, Mashiach, clothed with the sun, moon under her feet. Okay, I have told you the meaning of it. The picture of the moon under her feet possibly describes God's covenant relationship with Israel. Okay. The sun reflects redeemed Israel's unique glory. സൂര്യനെ അണിഞ്ഞ സ്ത്രീ, സൺ എന്ന വേർഡിന്റെ അർത്ഥം redeemed Israel's unique glory or unique glory of the redeemed Israel. വീണ്ടെടുക്കപ്പെട്ട ഇസ്രയേലിന്റെ മഹത്വമാണ് കാണിക്കുന്നത്. Brilliance and dignity because of her exalted status and shows her as God's chosen nation. അവർ ദൈവത്തിന്റെ chosen nation ആണ് എന്നതിന്റെ സൈൻ അടയാളമാണത്. The moon under her feet alludes to God's, okay. And the crown of 12, okay, that also I told you. Go to Genesis 37:9-11 and read about the dream Joseph had about the sun. Genesis 37:9 മുതൽ 11 വരെ വായിക്കുമ്പോഴാണ് നമുക്ക് ജോസഫിന്റെ ഡ്രീമും അതുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യാൻ കഴിയുന്നത്. Revelation 12:2. And she being with child cried, travailing in birth and pained to be delivered. The woman had great pain, cried, travailing with pain. പ്രസവവേദന ഉണ്ടായിട്ട് പ്രസവിക്കുക. ഇസ്രയേൽ often pictured as a mother giving birth. ഇസ്രയേലിനെ എപ്പോഴും പ്രസവിക്കാറായ സ്ത്രീ എന്ന അർത്ഥത്തിലാണ് കൂടുതലും ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മളത് മീഖാ പ്രവചനം 4-ാം അധ്യായത്തിൽ വരുമ്പോൾ പ്രസവിക്കാനുള്ളവൾ പ്രസവിക്കുവോളം അവൻ അവളെ ഏൽപ്പിച്ചു കൊടുക്കും. പ്രസവിക്കുവാനുള്ളവൾ പ്രസവിക്കുവോളം അവൻ അവളെ ഏൽപ്പിച്ചു കൊടുക്കും. She who is to give birth. Who is she who is to give birth? The nation Israel is destined to give birth to
ജീസസ് ടു ദ വേൾഡ്. യേശു ക്രിസ്തുവിനെ ലോകത്ത് പ്രസവിക്കുക, അതാണ് അവളുടെ ഡെസ്റ്റിനി. വെൻ വാസ് ദ ഡെസ്റ്റിനി റിട്ടൺ? ദ ഡെസ്റ്റിനി വാസ് റിട്ടൺ ഇൻ ദ ഗാർഡൻ ഓഫ് ഏഡൻ. Between whom and whom? Between mankind and God, or especially between Eve and God. ദൈവവും സ്ത്രീയും തമ്മിലുള്ള, ഹവ്വയും തമ്മിലുള്ള കവനന്റ് ആണത്. Then പ്രസവിക്കുവാനുള്ളവൾ, പ്രസവിക്കുവോളം means until Jesus Christ is born. He, അവൻ, that means God in heaven, shall give her over. Shall give her over. അവളെ ഏൽപ്പിച്ചു കൊടുക്കും. എന്തിനെ ഏൽപ്പിച്ചു കൊടുക്കും? Number 1, to her enemies. Number 2, to her pains. Number 3, for her sufferings. Number 4, for everything negative, or what do you call it? The period of the advantage of the devil. Listen to me. The period of the advantage of the devil. സാത്താൻ അഡ്വാൻറ്റേജ് ലഭിക്കുന്ന ആ കാലഘട്ടത്തിൽ ജീവിക്കുന്നതിന് ഇസ്രയേൽ ദേശത്തെ ദൈവം സാത്താൻ്റെ അഡ്വാൻറ്റേജ് പീരീഡ് വിട്ടുകൊടുക്കുകയാണ്. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? പ്രസവിക്കാനുള്ളവൾ പ്രസവിക്കുവോളം. Then let's come back. Okay. The next thing is we have something like we see in history as well as in prophecy. The woman gave birth to a child. What is the speciality of the child? This child is to reign the nation with an iron rod. ഇരുമ്പുകോൽ കൊണ്ട് ലോകത്തെ ഭരിക്കുവാനുള്ള കുട്ടി. It doesn't say a nation or a part of the world or many countries in the world, but the whole world. ഈ ലോകത്തെ മുഴുവൻ ഈ കുട്ടി ഭരിക്കണം. എങ്ങനെ ഭരിക്കണം? With iron rod. When you say iron rod, it means different to different people. If you ask the Roman government of those days, mighty Roman Empire, or in the 20th century Adolf Hitler, what is meant by this iron rod? ഇരുമ്പുകൾ കൊണ്ട് ലോകത്തെ ഭരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഹിറ്റ്ലറോട് ചോദിച്ചാൽ ഹിറ്റ്ലർ പറയും, that is what is called Nazism. Nazism means national socialism. National socialism means ഞാൻ പറയുന്നതിനെതിരായിട്ട് ആരെന്ത് പറഞ്ഞ് അവനെ കൊന്നേക്കുക. Okay? That's what they understood. But that's not what God means. What God means is a very strong and a very powerful government where justice is executed to every single human being. നാം അവൻ്റെ നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും. The world in which his righteousness is going to be established. And not only that, the righteousness is God is going to rule the world. That is the destiny of this child. ഇരുമ്പുകോൽ കൊണ്ട് ഭൂമിയെ ഭരിക്കുക എന്ന് പറയുന്നത്. So the child was given birth. And once the child was given birth, then what is it that the dragon must do? The dragon must finish, destroy, kill, annihilate the child. ഡ്രാഗന് ഈ കുട്ടിയെ കൊല്ലണം. ഡ്രാഗൻ അങ്ങനെ ചെയ്തത് എന്തുവാ? ഞാനിപ്പോൾ 5 minutes ഞാൻ നിർത്തും. നിങ്ങളുടെ ഉറക്കം കണ്ട് എനിക്ക് പോലും ഉറക്കം വരുന്നു. What did the dragon do? The first thing, the dragon declared a death sentence on every male child in Judea under the age of 2. അല്ലേ? യഹൂദ്യ മുഴുവനും 2 വയസ്സിൽ താഴെയുള്ള എല്ലാ ആൺകുട്ടികളെയും കൊന്നുകളയുന്നതിന് വേണ്ടി ഡ്രാഗൻ ഓർഡർ ഇട്ടു. Then the rest of the Jesus story is not being mentioned there. Why the rest of the Jesus story is not mentioned there? Because it is already mentioned in other part of the Bible. Then the book of Revelation says, the child was taken to the presence of God in heaven.
കുട്ടി സ്വർഗത്തിൽ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു. What does it mean? That is the resurrection of the Lord Jesus Christ. The Lord Jesus Christ, after his death and burial, and after his resurrection, he was ascended to the right hand side of God the Father in heaven. സ്വർഗത്തിൽ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തേക്ക് ഈ കുട്ടി എടുക്കപ്പെട്ടു. ഇനി ഞാൻ പറയുന്ന ബാക്കി ലിറ്ററൽ സ്പിരിച്വൽ ഫുൾഫിൽമെന്റിലേക്ക് വരണം. But the woman, the dragon was so upset with the woman. So upset with the woman. That means the dragon started chasing the woman. The dragon started chasing the woman. Dragon started chasing the woman. നിങ്ങൾക്ക് ആർക്കെങ്കിലും എഴുതി വെക്കാൻ ഓർമ്മയ്ക്കുണ്ടെങ്കിൽ ഒരു പേപ്പറിൻ്റെ എവിടെയെങ്കിലും ഭാഗത്തായിട്ട് ഡ്രാഗൺ സ്റ്റാർട്ടഡ് ചേസിങ് ദ വുമൺ എന്ന് എഴുതി വെക്കണം. ഡ്രാഗൺ സ്റ്റാർട്ടഡ് ചേസിങ് ദ വുമൺ. എനിക്ക് നല്ല മെമ്മറി പവർ ഉള്ളതുകൊണ്ട് അടുത്ത ക്ലാസ് വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു ഏതായാലും നിങ്ങളോട് അടുത്ത ക്ലാസ്സിൻ്റെ പറയണം, സർ ഇവിടെയാണ് തുടങ്ങേണ്ടതെന്ന് പറയണം. എവിടെ? സാക്ഷി, where are we going to start the next class from? Dragon started chasing the woman. Dragon started chasing the woman. That's where we are going, because we got to go into so many historical details to find out how the dragon was chasing the woman and where the woman is standing now. Okay? May the Lord bless all of you abundantly, exceedingly. പ്രൈസ് ദി ലോർഡ്. ദൈവദാസ, കർത്താവിന്റെ ദാസൻ പറഞ്ഞത് കവനന്റ്, അതായത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ തുടങ്ങുന്ന കവനന്റ് ആണല്ലോ അബ്രഹാമിൽ കൂടെ അത് കുറച്ചു വളരെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്നത്. എന്റെ ചോദ്യം ഇവിടെ അതായത് ഉൽപ്പത്തി മുതൽ അല്ലെങ്കിൽ ജനറേഷൻ മുതൽ നമ്മുടെ മത്തായി സുവിശേഷം വരുന്നവരെ ഇത്രയും കാലത്തിനിടയിൽ ഒരു രക്ഷകൻ ജാതികൾക്കുണ്ടോ? പുതിയ നിയമത്തിൽ രക്ഷകൻ യേശു ഉണ്ട്, അല്ലെങ്കിൽ യേശു വന്നപ്പോൾ ലോകരക്ഷിതാവാണെന്ന് എല്ലാവർക്കും മനസ്സിലായി, വ്യക്തമായി. പക്ഷേ പഴയ നിയമത്തിൽ ഈ യഹൂദനുണ്ട്, യഹൂദൻ അവർക്കറിയാം യഹോവയാം ദൈവം. പക്ഷേ ജാതികൾക്ക് എങ്ങനെയാ ഈ രക്ഷയിലേക്ക് വരാൻ പറ്റും? അവരിൽ ആരെങ്കിലും വരുമോ? അവർക്ക് എന്തെങ്കിലും മാർഗമുണ്ടോ? എബ്രായ ഭാഷ അല്ലെങ്കിൽ എബ്രായ ഹിസ്റ്ററിയിൽ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ? ഉണ്ടല്ലോ. നമ്മള് അപ്പോസ്തല പ്രവൃത്തി പഠിക്കുന്നുണ്ടേ, ഒരു എത്യോപ്യൻ വരുന്നല്ലോ യെരുശലേമിൽ നമസ്കരിക്കാൻ. അതെ, എത്യോപ്യൻ വരാൻ കാര്യം എന്താ? അവന് യെരുശലേമിൽ ഒരു സ്മാരകമുണ്ട്, ഒരു മെമ്മോറിയൽ ഉണ്ട്. അതെ, ഒരു ജ്ഞാപകമുണ്ട്. അവന് വന്നാൽ അവന് പ്രത്യേകം സ്വീകരിക്കാൻ സീറ്റ് ഉണ്ടെന്ന്. ജാതികൾക്കൊരു കൊടി. എവിടെ? ഇവിടെ യെശയ്യാപ്രവചനം 11-ാം അധ്യായത്തിൽ ജാതികൾക്ക് കൊടിയെന്ന് യാത്രയെന്നറിയാമോ? നേഷൻ ഓഫ് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ആ ബാനറിൽ എഴുതി വെച്ചിരിക്കുന്ന സകല ജാതികൾക്ക് ഇവിടെ വന്ന രക്ഷയുണ്ടെന്ന ബാനർ എഴുതി വെച്ചിരിക്കുക. പിണറായി വിജയൻ വോട്ട് ചെയ്യുമെന്ന് ബാനർ എഴുതി വെച്ചിരിക്കുന്ന പോലെ ഇസ്രായേൽ ദേശം എന്ന് പറയുന്ന ജനം ജാതികൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ബാനറാ. പുതിയ നിയമത്തിൽ യേശുവിനെ പോലെയാണ്, പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തെ. നോക്ക്, ഇവിടുന്ന് ഒരു പമ്പർന്ന് വരിക മോവാബിൽ നിന്ന്. അതെ, രൂത്ത് കരഞ്ഞു വിളിച്ചോണ്ടല്ലേ ഒക്കെ വല്ല രക്ഷയും. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചെറിയ കീഴിൽ ശരണം പ്രാപിച്ചു വന്നിരിക്കുന്നതിനെ അവൻ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. അങ്ങനെ ചെയ്തല്ലോ. നമുക്കിവിടെ പറയാൻ കൊള്ളാത്തൊരു കച്ചവടം, ഒരു ബിസിനസ് ഉണ്ട് സ്ത്രീക്ക്, യെരിഹോവിന്റെ മതിലേല്. അതെ, ആ ഇൻഡസ്ട്രി നമുക്കിവിടെ പറയാൻ കൊള്ളാത്തതാ. അതെ, മനസ്സിലായി. അവർക്ക് രക്ഷ ഉണ്ടായിരുന്നു കുടുംബത്തിനും അല്ലേ? അതെ. ചോദ്യം, ജാതികൾക്ക് രക്ഷകൻ ഉണ്ടായിരുന്നോ? ആര് പറഞ്ഞില്ലായിരുന്നെന്ന്? ബട്ട് അവരുടെ ചോയ്സ് അവർക്ക് വേണോ വേണ്ട എന്നുള്ളത്. ഓക്കെ, താങ്ക് യു.
സാറേ, എനിക്ക് ചോദിക്കാനുള്ളത്, സഭ ഉം. മഹാപീഠയിൽ കൂടി പോകത്തില്ല എന്നുള്ള കാര്യം സാറ് ഉറപ്പിച്ച് പറയുന്നുണ്ട്. അതിന് ഞാനും വിശ്വസിക്കുന്നു. എന്നാൽ ഈ റെവല്യൂഷന്റെ 3-ാം അധ്യായത്തിൽ 10-ാം വാക്യത്തിൽ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ, ഉം. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. അത് ആർക്കുള്ള ദൂത? ഫിലദൽഫിയ കലീസിയയ്ക്കുള്ളതാണ്. ഫിലദൽഫിയ സഭയ്ക്കുള്ള ദൂതാണ്. ആ അതോ ലോകത്തുള്ള എല്ലാ ചർച്ചസിനുള്ള ദൂതാണോ? ലോകത്തുള്ള എല്ലാ മനുഷ്യനെയും പരീക്ഷിക്കുക എന്നുള്ള എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഭൂതലത്തിൽ കാലം എങ്ങും വരും. കാലം വരുമ്പോൾ ആ അന്ന് ഞാൻ നിന്നെ സൂക്ഷിക്കും. മെസ്സേജ് സൂക്ഷിക്കുമെന്ന്. ആ മെസ്സേജ് സൂക്ഷിക്കുമെന്ന് ആരോടാണ്? ഫിലദൽഫിയ കലീസിയയ്ക്ക്. അതായത് നമ്മൾ ചരിത്രം പഠിച്ചാൽ ആ ഫിലദൽഫിയ ചർച്ചിന്റെ പീരിയഡിൽ അത് ശരി. അങ്ങനെ ഓക്കെ, പെർസിക്യൂഷൻ ഉണ്ടാകുകയും ദൈവം ചർച്ചിനെ രക്ഷിക്കുകയും ചെയ്തു. അത് ശരി. ശരി, ലോകമെങ്ങും എന്നുള്ള ആ ശബ്ദമാണ്. പക്ഷെ മെസ്സേജ് അവരോട്, ഹോൾ ദൈവസഭയോടല്ല. അത് ശരി. ഓക്കെ. ഓക്കെ, താങ്ക് യു. യെസ്, നമ്മുടെ KT മാത്യു പാസ്റ്റർ ഈസ് റെഡി. പ്ലീസ് അൺമ്യൂട്ട്. പാസ്റ്ററെ, ഞാന് ബൈബിള് വായിക്കുമ്പോൾ പഴയ നിയമത്തില് 39 പുസ്തകങ്ങളാണ് എല്ലാ ബൈബിളിലും ഉള്ളത്. പക്ഷേ കത്തോലിക്ക ബൈബിളിൽ 7 പുസ്തകങ്ങൾ എക്സ്ട്രാ കാണുന്നു. അത് ആ പുസ്തകങ്ങൾ, അത് എന്താണ് മറ്റേ സഭകൾ സ്വീകരിക്കാത്തത്? ഈ 7 പുസ്തകങ്ങള് എന്താ സഭ സ്വീകരിക്കുന്നത്? ഞാൻ പറഞ്ഞേക്കാം. ആണോ? പാസ്റ്റർ പേടിക്കണം, ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. എന്തുകൊണ്ട് ബാക്കി പുസ്തകങ്ങൾ സ്വീകരിച്ചു, ഇതെന്തുകൊണ്ട് സ്വീകരിച്ചില്ലെന്നുള്ളതിന്റെ അതെ, ബാക്കി ഇത്രയും പുസ്തകങ്ങൾ എന്തുകൊണ്ട് സ്വീകരിച്ചു. ഞാനൊരു കത്തെഴുതുന്നു, ഒരാൾ ഒരു കത്ത് എനിക്കെതിരായിട്ട് കൊണ്ടുവന്ന് ഞാൻ ചോദിക്കും, ഞാൻ എഴുതിയിട്ട് എൻ്റെ ഒപ്പോ എൻ്റെ പേരോ ഈ കത്തിലുണ്ടോന്ന്, അല്ലേ? അതെ. ബാബു എഴുതുന്നത് എന്ന് പറഞ്ഞിട്ട് താഴെ എൻ്റെ ഒപ്പം വേണം, അല്ലേ? ഇത് രണ്ടുമില്ലെങ്കിൽ എൻ്റെ കത്ത് സ്വീകരിക്കാൻ ഒക്കത്തില്ലല്ലോ. ഇല്ല. ബാക്കി എല്ലാ പുസ്തകങ്ങളിലും ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി യഹോവ ഇങ്ങനെ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. പക്ഷെ ഈ പുസ്തകങ്ങളിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാണ് അത് ദൈവത്തിന്റെ പുസ്തകമായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തത്. ആ സിമ്പിൾ ആസ് ദാറ്റ്, സിമ്പിൾ ആസ് ദാറ്റ്. അതങ്ങനെ നമുക്ക് ദൈവത്തിന്റെ പുസ്തകം, ദൈവം അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ അതിനകത്ത്. ദൈവം അങ്ങനെയല്ലോ. ദൈവത്തെ കുറിച്ച് ആ 7 പുസ്തകങ്ങളിലൊന്നും പ്രതിപാദിക്കുന്നില്ല. അത് ദൈവം പറയുന്നില്ല. ദൈവം പറയുന്നില്ല. സ്തോത്രം. ദൈവം പറയുന്നില്ല ഇതെന്റെ പുസ്തകമാണെന്ന്. ബാക്കി എല്ലായിടത്തും ദൈവം പറഞ്ഞു. ഏറ്റവും കൂടുതൽ പ്രാവശ്യം ദൈവം ഇതെന്റെ പുസ്തകമാണെന്ന് പറഞ്ഞിട്ടുള്ളത് ലേവ്യ പുസ്തകത്തിലാണ്. യഹോവ കൽപ്പിച്ചെന്നാൽ അല്ലേ? ബാക്കി എല്ലായിടത്തും അങ്ങനെ പറഞ്ഞു, ഇതിനകത്ത് പറയുന്നില്ല. സിമ്പിൾ. അപ്പൊ നമുക്ക് കോമൺ സെൻസ് ഉണ്ട്. എന്തുകൊണ്ട്? ദൈവം തൻ്റെതാണെന്ന് അവകാശപ്പെടാത്ത ഒരു പുസ്തകം ദൈവത്തിൻ്റെതാണെന്ന് ദൈവത്തിന്റെ പേരിൽ എഴുതി വെക്കരുത്, അത് കള്ളത്തരമാണ്. ഓക്കെ, ഇനി ആരാ കൈവക്കിയിരിക്കുന്നത്? നമ്മുടെ തങ്കച്ചൻ ജോർജ് ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നല്ലോ. സുമിത്, പ്ലീസ് അൺമ്യൂട്ട് തങ്കച്ചൻ പി ജോർജ്. ഇപ്പോൾ ചോദിച്ച ക്വസ്റ്റിനോട് അനുബന്ധിച്ചുള്ള ഒരു ചോദ്യമായിരുന്നു. ചോദിച്ചാട്ടെ. ഈ ഹാനോക്കിന്റെ പുസ്തകം, പിന്നെ പ്രവചനങ്ങൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കോട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ പുസ്തകത്തെ ബൈബിളിൽ എന്തുകൊണ്ടാ ജോയിൻ ചെയ്യാതെ? ഞാൻ മുമ്പേ പറഞ്ഞ അതേ റീസൺ കൊണ്ടാണ്. അതിനകത്ത് ഒരുപാട് ഫണ്ണി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ബൈബിളിന്റെ സെൻട്രൽ കാനിന് ചേരുന്നതല്ല. അത് ശരി. പിന്നെ പ്രവചനം കോട്ട് ചെയ്തതിന്റെ ഉദ്ദേശം അതാണ്, മനസ്സിലായില്ല. പിന്നെ പ്രവചനം കോട്ട് ചെയ്തതിന്റെ കാരണം അത് എഴുതേണ്ട അടുത്ത് മിസ്സായി പോയി. പരിശുദ്ധാത്മാവ് കൊണ്ട് വേറെടുത്ത് കൊണ്ട് കോട്ട് ചെയ്ത് കയറ്റിയതാണ്. ഓക്കെ, താങ്ക്സ്. സാറേ ചോദിച്ചോട്ടെ? സാറേ, വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞ ഇരുമ്പുകോൽ കൊണ്ട് തകർക്കുന്ന കുട്ടിയെ കുറിച്ച് 2-ാം സങ്കീർത്തനത്തിലും പറയുന്നുണ്ട് ആ പ്രവചനത്തെ കുറിച്ച്. അപ്പൊ മശിഹയുടെ ഭരണം ഒരു ഏകാധിപത്യ ഭരണമായിരിക്കുമോ, അതോ അതിനകത്ത് ജനാധിപത്യത്തിന്റെ എന്തെങ്കിലും വ്യവസ്ഥിതികൾ ഉണ്ടായിരിക്കും? ഒന്നുമില്ല. ഏകാധിപത്യ ഭരണം എന്നല്ല അതിന് പറയേണ്ടത്. അതിന് പറയേണ്ടത് ദൈവാധിപത്യ ഭരണമെന്നാണ്. തിയോക്രസി, ദൈവാധിപത്യ ഭരണം. അപ്പോ നമ്മള് തീമോഥെയോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട് ധന്യനായ ഏകാധിപതി എന്ന് പറഞ്ഞു. അതുമായിട്ട് അങ്ങനെ തന്നെയാണ്. റിച്ചസ്റ്റ് പൊട്ടൻഷിയേറ്റ് എന്നാണ്. ഏകാധിപതി.
അതിനകത്തൊരു ജനാധിപത്യ ഭരണം ഉണ്ടായിരിക്കും. നടക്കത്തില്ല. ഇപ്പം പോയി വോട്ട് ചെയ്തു ഈ അവിടെ വോട്ട് ചെയ്യാൻ വേണ്ടി ക്യൂ നിൽക്കാന്ന് വിചാരിക്കണ്ട, നടക്കത്തില്ല. ജാതികൾ ഉണ്ടായിരിക്കുമല്ലോ ആ കാലഘട്ടത്തിൽ, ഏത് കാലത്ത്? മശീഹയുടെ ഭരണകാലം. എല്ലാ കാലത്തും ജാതികളുണ്ടല്ലോ, അല്ല, എല്ലാ മില്ലേനിയത്തില് കാലത്തും ജാതികളുണ്ട്. പാസ്റ്റർ ആ കൂട്ടത്തിൽ പോകാണ്ടിരിക്കുകയാണ്, മിണ്ടി പോരുത്. ഇപ്പൊ ഇപ്പൊ അങ്ങനായോ? ഞങ്ങളുടെ ദൈവമക്കളുടെ കൂട്ടത്തിൽ എനിക്ക് പോകുന്ന വെച്ചാൽ മതി, ജാതികളുടെ കൂട്ടത്തിൽ പോകാൻ നിൽക്കണ്ട, കേറ്റത്തില്ല. ഓക്കെ, നമ്മളവരെ ഭരിക്കുമല്ലോ. നമ്മൾ 1000 ആണ്ട് വാഴ്ച കാലത്ത് മാത്രമേ ജാതികളെ ഭരിക്കത്തുള്ളൂ. 1000 ആണ്ട് വാഴ്ച കാലത്ത് നമ്മൾ ജാതികളെ ഭരിക്കും. ആഫ്റ്റർ വേർഡ്സ് നോ, ഇല്ല. നമുക്ക് വേറെ പണിയുണ്ടാവുകൊണ്ടാണ്. യെസ്, മിക്കവാറും എല്ലാം ക്വസ്റ്റ്യൻസ് തീർന്നു പാസ്റ്റേ. അല്ലോ, ഇനി ഒരാളുണ്ട്, തങ്കച്ചൻ പി ജോർജിന് ഒരു ക്വസ്റ്റ്യൻ വിളിച്ചോണ്ടല്ലോ. സുമിത്, പ്ലീസ് അൺമ്യൂട്ട് തങ്കച്ചൻ പി ജോർജ് വൺസ് അഗെയിൻ. സാറേ, ഞാൻ സാറിന്റെ ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നല്ല, അത് എവിടെ കിട്ടി? ഞാൻ അവിടുന്ന് വരുത്തിയതാ, കേരളത്തിൽ നിന്ന് വരുത്തിയതാ. അതിൻ്റെ അകത്ത് ഈ യാഗവസ്തുക്കൾ, സുഗന്ധദ്രവ്യങ്ങൾ, എണ്ണ, ഉപ്പ് എന്നിവ ക്രിസ്തുവിന്റെ സൗരഭ്യ വാസന, അഭിഷേകം, ലവണ നിയമം എന്നിവയുടെ നേരിലായിരുന്നു. ഈ ലവണ നിയമം എന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല, എന്തുവാണ് ലവണ നിയമം എന്ന് പറഞ്ഞാല് ഇസ്രയേലുമായിട്ട് ഒരു കവനന്റ് വെക്കുമ്പോൾ ആ കവനന്റില് സോൾട്ട് കോട്ട് ചെയ്താണ് പറയുന്നത്. അത് ശരി. അതിനാണ് ലവണ നിയമം എന്ന് പറയുന്നത്. ഓക്കെ 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 താങ്ക്സ്. ഓക്കെ, ഗോഡ് ബ്ലെസ് ഓൾ ഓഫ് യു.